നമസ്കാരം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ സമാധാനമാണ്. ആ സമാധാനം ലഭിക്കണമെങ്കിൽ എന്താണ് വേണ്ടുന്നത്? കൈ നിറയെ ധനം വേണം. ധനം കൊണ്ട് ഒരു ജീവിതത്തിന് ആവശ്യമായ ആഡംബരങ്ങളെല്ലാം സാധിക്കാൻ നമ്മൾക്ക് കഴിയുമ്പോഴാണ് സമാധാനം ഉണ്ടാകുന്നത്. വെറുതെ സമാധാനം ഉണ്ടാവുകയുമില്ല. അപ്പോൾ ഇതിനെല്ലാം പ്രധാന നാന്ദി അല്ലെങ്കിൽ പ്രധാന കാരണമായ ആ ഒരു ഘടകം എന്ന് പറയുന്നത് ധനമാണ്. ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് ധനം വന്നെത്തണമെങ്കിലോ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമാണ് ആ വ്യക്തിക്ക് വേണ്ടുവോളം വേണ്ടുന്നത്. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ആവോളമുള്ള ഒരു വ്യക്തിക്ക് ധനത്തിന് യാതൊരു കുറവും സംഭവിക്കുകയില്ല, ധനത്തിന് ഒരു ലോഭവും സംഭവിക്കുകയില്ല. ദിനം പ്രതി ഒന്നിന് മുകളിൽ ഒന്നായി ധനം വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പറയാറുണ്ട് ചില ആളുകളെ നോക്കിയിട്ട്, കണ്ടോ അവന് ഒരു കുറവുമില്ല, ദിവസവും വെച്ചടി ഉയർച്ചയും ധനവും, അവൻ എന്ത് ചെയ്യണം പണമെന്നറിയാത്ത അവസ്ഥയാണ്. ആ വ്യക്തിക്ക് നല്ല രീതിയിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ജന്മനാ തന്നെ സിദ്ധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്തു വരുന്ന കർമ്മങ്ങൾ നല്ല രീതിയിൽ നമ്മളും പ്രയത്നിക്കുമ്പോഴാണ് കൂടുതൽ വെച്ചടി ഉയർച്ച. ദിനം പ്രതി ധനത്തിനു മുകളിൽ ധനമായിട്ട് നമ്മൾ പറയാറുണ്ട് വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചു എന്നൊക്കെ. ഇവിടെ ഇതിനൊക്കെ ആധാരമായി മാറുന്നത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ ഈ ഒരു അനുഗ്രഹം ഇല്ലാത്ത പക്ഷം നമ്മളിലേക്ക് ഒന്നും തന്നെ, അതായത് ധനം കൊണ്ട് നേടാൻ കഴിയുന്ന ഒന്നും തന്നെ സാധിക്കില്ല. കാരണം എന്താണ്? ധനം നമ്മുടെ കയ്യിലേക്ക് എത്തുന്നില്ല. അമ്മ മഹാമായയുടെ, ലക്ഷ്മി ഭഗവതിയുടെ അനുഗ്രഹമാണ് ഇതിന് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത്. അപ്പോൾ ചില ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റവും സംയോജനവും എല്ലാം ലക്ഷ്മി ദേവിയുടെ കൃപ നമ്മളിലേക്ക് അല്ലെങ്കിൽ ചില നക്ഷത്രക്കാരിലേക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചില നക്ഷത്രക്കാർക്ക് ഒരു മാറ്റമുണ്ടാകാൻ പോവുകയാണ് സാമ്പത്തികമായി. അതായത് സമ്പത്ത് തരേണ്ട ദേവത അല്ലെങ്കിൽ സമ്പത്തിൻ്റെ അധിപതികളാണ് കുബേര ഭഗവാൻ, ലക്ഷ്മി ദേവി. ഇവിടെ ലക്ഷ്മി ഭഗവതി അമ്മ മഹാമായ പരാശക്തി തന്നെ നമ്മൾക്ക് അനുഗ്രഹമായി മാറുകയാണ്. മഹാലക്ഷ്മി യോഗം രൂപം കൊള്ളാൻ പോവുകയാണ്. ഈ മഹാലക്ഷ്മി യോഗം രൂപം കൊള്ളുന്നത് നിമിത്തം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഭാഗ്യം വന്നെത്തും. ഏതു രീതിയിലെന്ന് ചോദിച്ചാൽ ധനം ധാരാളമായി എത്തും. ആ ധനം നിങ്ങളിലേക്ക് ലക്ഷ്മി ഭഗവതി കനിഞ്ഞരുളുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ആ ധനം കൊണ്ട് നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ വിനിയോഗിക്കണം. അതും നല്ല രീതിയിൽ ചെയ്താൽ ആ ചെയ്യുന്ന വേളയിലും അമ്മ പരാശക്തിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വിജയമുണ്ടാകുമെന്നത് കൂടാതെ പിന്നീട് ആ ചെയ്ത പ്രവൃത്തികൾ നിങ്ങൾക്ക് ലാഭവും നേട്ടവും സമ്മാനിക്കും എന്നതാണ് പ്രത്യേകത. അപ്പോൾ ചില നക്ഷത്രക്കാർക്ക് ഇവിടെ ലക്ഷ്മി യോഗം രൂപം കൊള്ളുകയാണ്. ലക്ഷ്മി യോഗം രൂപം കൊള്ളു എന്ന് പറയുമ്പോൾ ധനം പല മാർഗങ്ങളിലൂടെ, ചിട്ടിയായിട്ടാകാം, ലോട്ടറി ആയിട്ടാകാം, അല്ലെങ്കിൽ പല സമ്മാന പദ്ധതികളിലൂടെ, അല്ലെങ്കിൽ മുന്നേ ചെയ്ത പല കാര്യങ്ങളിൽ നിന്ന് ചിലപ്പോൾ തടസ്സപ്പെട്ട് വെച്ചിരുന്ന അല്ലെങ്കിൽ തടയപ്പെട്ട് വെച്ചിരുന്ന ധനം നമ്മളിലേക്ക് എത്തുന്നതാണ്. അങ്ങനെ പല വിധത്തിൽ, ചിലപ്പോൾ സ്വത്ത് വകകൾ അത് വിറ്റ് കിട്ടുന്ന ധനം നമ്മളിലേക്ക് എത്തും. അങ്ങനെ പല വിധത്തിൽ ധനം കയ്യിലേക്ക് എത്തും, അതിനൊരു സംശയവും വേണ്ട. പക്ഷേ ആ സമയത്തും പ്രാർത്ഥന മുടക്കാതിരിക്കുക. അതുകൂടാതെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഏത് കാര്യത്തിനും ഇറങ്ങാനായിട്ട്. ധനം കയ്യിലേക്ക് വരുമ്പോൾ അതുകൊണ്ട് പല കാര്യങ്ങൾ വാങ്ങിക്കാൻ നമ്മൾ ആഗ്രഹിക്കും. ചിലപ്പോൾ വസ്തുവായിരിക്കും, സ്വർണ്ണാഭരണം. ഇപ്പോൾ സ്വർണ്ണത്തിന് നല്ല വിലയായതിനാൽ ആദ്യം നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നത് സ്വർണ്ണം വാങ്ങിച്ചു വെക്കാം, നാളെ ഒരു സമയത്ത് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉപയോഗങ്ങൾ ഉണ്ടാകുമല്ലോ എന്നത്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നമ്മൾ ഇരട്ടിയായിട്ടുള്ള പണം ഇരട്ടിക്കാനുള്ള പല കാര്യങ്ങളും ഇനിയുള്ള സമയം ഈ പറയുന്ന കുറച്ച് നക്ഷത്രക്കാർ ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ നല്ല നേട്ടമുണ്ടാകും. ഇപ്പോൾ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം, അതായത് ഞാൻ മുന്നേയുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് ഒരു വ്യക്തിയിലേക്കും അനുഗ്രഹം ചൊരിയാത്ത ഒരു ദേവതയുണ്ടെങ്കിൽ അത് ലക്ഷ്മി ദേവിയാണ്. ലക്ഷ്മി ദേവി നമ്മൾ നല്ല രീതിയിൽ പരീക്ഷിച്ചതിന് ശേഷം മാത്രമേ ധനമായിട്ട് ഏതൊരുവൻ്റെ കയ്യിലേക്കും എത്തുകയുള്ളൂ. അല്ലാതെ നമ്മളിനി എത്ര കുമ്പിട്ട് കിടന്ന് പ്രാർത്ഥിച്ചാലും ചിലപ്പോൾ എത്തുകയില്ല. ലക്ഷ്മി ദേവി കനിയണം, നീ നിൻ്റെ ജീവിതത്തിൽ ഒരുവിധ തെറ്റുകളും ചെയ്തിട്ടില്ല, നീ നല്ലവനാണ്, നീ നല്ല രീതിയിൽ എന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്, നിൻ്റെ കയ്യിലേക്ക് ധനം തന്നു കഴിഞ്ഞാൽ അത് മോശമായ രീതിയിൽ ചിലവാക്കപ്പെടുകയില്ല എന്നത് പൂർണ്ണ ബോധ്യം അമ്മ മഹാമായയ്ക്ക് തൻ്റെ മക്കളോടുള്ളപ്പോൾ മാത്രമേ കയ്യിലേക്ക് ആ പരാശക്തി ധനം നൽകുകയുള്ളൂ. ഇവിടെ കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് അങ്ങനെ ഒരു ഭാഗ്യം വന്നണയാൻ പോവുകയാണ്. അമ്മ പരാശക്തിയുടെ അനുഗ്രഹം എത്താൻ പോവുകയാണ്, ധനയോഗം തെളിയാൻ പോവുകയാണ്. അപ്പോൾ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണാനായി ശ്രമിക്കുക. ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ ഉയരത്തിൽ ജീവിത നിലവാരം കൊണ്ടുചെന്ന് എത്തിക്കാൻ അല്ലെങ്കിൽ എത്തപ്പെടുന്ന സമയമാണ് ഇനി ആരംഭമാകാനായി പോകുന്നത്. ആഗ്രഹിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഉണ്ടായിട്ടുള്ള തടസ്സങ്ങളൊക്കെയും മാറുകയും എന്തൊക്കെ മനസ്സിൽ ആഗ്രഹിക്കുന്നു, ഉന്നമനത്തിനായി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെയും നിങ്ങൾക്കിനി ചെയ്യാൻ
സാധ്യമാകുന്നതാണ്. കടബാധ്യതകൾ നിങ്ങളിൽ നിന്ന് അകലുന്നതാണ്. പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള യോഗം തെളിയുന്നുണ്ട്. മാനസിക സമാധാനം, ശാരീരിക സൗഖ്യമൊക്കെയും വന്നടയുന്നതാണ്. വിദേശത്തേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ എടുത്ത് അല്ലെങ്കിൽ തടസ്സപ്പെട്ടു നിൽക്കുന്ന ആളുകൾക്ക് ആ തടസ്സങ്ങൾ മാറി വിദേശ വാസ യോഗം തെളിയുന്നുണ്ട്. സ്വന്തം ആരോഗ്യത്തിനും സൗഖ്യത്തിനുമായി നിങ്ങൾ പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും ഒക്കെ നടത്തി മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. വിവാഹ ആലോചന ഒക്കെ നടത്തുന്നവർക്ക് നല്ല പങ്കാളിയെ ലഭിക്കാനുള്ള ഭാഗ്യം കൂടി ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. അതുവഴി സന്തോഷവും സമാധാനവും ഉത്തമ ദാമ്പത്യവും ലഭിക്കുന്നതാണ്. നേട്ടങ്ങൾ അനവധി ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിമിത്തം ഉണ്ടാകുവാനായി പോകുകയാണ്. ചിത്തിര, ചോതി, വിശാഖം തുലാം രാശിയിൽ വരുന്ന ആളുകൾക്ക് മഹാലക്ഷ്മി യോഗത്താൽ നല്ലൊരു ജോലി ഭാഗ്യം ഈ ഒരു സമയത്ത് തെളിയുന്നുണ്ട്. പുതിയ ജോലി നിങ്ങൾക്ക് സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലുള്ളതായിരിക്കും. അതായത് ജോലിയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഒന്നും വരികയില്ല എന്ന് സാരം. നമ്മൾക്ക് ആദ്യമായി ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പല വിധത്തിലുള്ള സംശയങ്ങളുണ്ടാകും. നമ്മളത് ചെയ്യാൻ കഴിയുമോ, ഈസി ആയിരിക്കുമോ എന്നൊക്കെയുള്ള ചിന്തകൾ കാരണവും ടെൻഷനൊക്കെ അടിച്ച് ജോലി കളഞ്ഞിട്ട് പോരുന്ന ചില ആളുകളൊക്കെ ഉണ്ട്. ജോലി വേണമെന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ ജോലി ബുദ്ധിമുട്ട് കാരണമൊക്കെ. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഉത്തമമായ രീതിയിൽ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ജോലി ലഭിക്കാനും നിങ്ങൾ ആഗ്രഹിച്ച നിലയിലേക്കുള്ള ഉയർച്ചയും അതിൽ മൂലം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വീട്ടിലെ കാര്യങ്ങളൊന്നും ബുദ്ധിമുട്ടില്ലാതെ നടക്കുന്ന രീതിയിലേക്ക് ഇനി നിങ്ങൾക്ക് ആ സ്വന്തം കാലിൽ നിങ്ങളുടെ കുടുംബത്തെ മുന്നോട്ട് നയിക്കാനുള്ള ഭാഗ്യം കൂടി. നമ്മൾ പറയാറുണ്ട് പഠിച്ചിറങ്ങി ജോലിയില്ല, വീട്ടിൽ അച്ഛനും അമ്മയും സമ്പാദിക്കുന്നില്ല, ഇപ്പോഴും കഴിഞ്ഞുകൊണ്ട് പോകുന്നത്, അങ്ങനെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രായം 30-35 ജോലി കിട്ടാത്തവർ, വിവാഹം നടക്കാത്തവർ. അങ്ങനെയുള്ള ഈ നക്ഷത്രക്കാർക്ക്, ചിത്തിര, ചോതി, വിശാഖം തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യതകളെല്ലാം ഭഗവതി അമ്മ മഹാമായ കണ്ടു. അതിന് ഫലമായിട്ടാണ് ഇനി ഒരു മാറ്റം വന്നണയാൻ പോകുകയാണ്. വിദേശത്ത് ബിസിനസ് ചെയ്യുന്നവർക്കും നല്ല സമയമാണ്. ദാമ്പത്യത്തിൽ സന്തോഷം നിലനിൽക്കുന്ന സമയം കൂടിയാണ്. വ്യക്തിപരമായി പലവിധ പ്രശ്നങ്ങളിൽ പെട്ടിട്ടുണ്ട്. അത് ബന്ധുക്കളുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ പുറത്ത് തന്നെ പറയാൻ പറ്റാത്ത മാനസികമായ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെയും നിങ്ങളെ വിട്ടുമാറി ഇനി സന്തോഷവും സമാധാനവും ആരംഭിക്കുകയാണ്. ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്കും പുതിയ പലവിധ മാർഗങ്ങളിലൂടെ സമ്പത്തുണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. സാമ്പത്തിക ബാധ്യതകളിൽ നിങ്ങളിൽ നിന്ന് അകലുകയാണ്. സാമ്പത്തിക ബാധ്യതകളിൽ നിന്നൊരു മോചനം വർഷങ്ങൾക്ക് ശേഷം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിമിത്തം നിങ്ങൾക്കുണ്ടാകാൻ പോവുകയാണ്. പിരിമുറക്കങ്ങൾ, മാനസിക വിഷമങ്ങൾ, എല്ലാ വിഷമസന്ധികളും നിങ്ങളെ വിട്ടകലുന്നതാണ്. സന്തോഷകരമായ ജീവിതമാണ് ഇനി മുന്നോട്ട് നിങ്ങൾക്ക് ലഭിക്കാനായി പോകുന്നത്. സാമ്പത്തിക ഉന്നമനം ഉണ്ടാവുകയും പുതിയ തൊഴിലൊക്കെ കാത്തിരിക്കുന്നവർക്ക് അത് കണ്ടെത്താൻ സാധിക്കുകയും ആ തൊഴിലിൽ എന്ത് തൊഴിലാണോ നിങ്ങളിനി ഏർപ്പെടാൻ പോകുന്നത് നിങ്ങൾക്കത് മേന്മയും നേട്ടവും ഉണ്ടാക്കുന്നതാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് ഐശ്വര്യവർദ്ധനം ഉണ്ടാകുന്നതാണ്. ബിസിനസ്സിൽ ഒരു അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ചില ആളുകളിൽ നിന്നുള്ള കണ്ണ് കമ്പയർ എന്നൊക്കെ നമ്മൾക്കതിനെ വിളിക്കാവുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ. പക്ഷേ ഇതൊക്കെയും ഇവിടെ ലക്ഷ്മി ഭഗവതിയുടെ അനുഗ്രഹം നിമിത്തം മാറുകയും സമ്പത്തിനെ ത്വരിതപ്പെടുത്തി അല്ലെങ്കിൽ ബിസിനസ്സിനെ ത്വരിതപ്പെടുത്തി തടസ്സപ്പെടുത്തി നിന്നിരുന്ന ആ ബാധകൾ, ആ ഉപദ്രവങ്ങളൊക്കെ നിങ്ങളെ വിട്ട് അകലുകയും ചെയ്യുന്ന സമയത്തോടാണ് നിങ്ങൾ അടുക്കുന്നത്. നല്ല രീതിയിലുള്ള ആദായം ബിസിനസ് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ലക്ഷ്മി ഭഗവതിയാണ് അനുഗ്രഹിക്കുന്നത്. ഇനി സമ്പത്തുണ്ടാകുമോ, അല്ലെങ്കിൽ ഇനിയും ജീവിതം ഇങ്ങനെ നരകിച്ച് കിടക്കേണ്ടി വരുമോ എന്നൊക്കെ ഓർത്തുള്ള ഒരു വ്യതകളും ഈ നക്ഷത്രക്കാർക്ക് ആവശ്യമില്ല. ഭാഗ്യമാണ്, ഐശ്വര്യമാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി.